എല്ലാവർക്കും ന്യൂസ് ഫെസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2026ന്റെ ആവേശകരമായ തുടക്കത്തിന് തൊട്ടുമുമ്പ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ക്യാമ്പിൽ നിന്ന് പുറത്തുവന്ന ഒരു വാർത്ത ബംഗാളിനെ മാത്രമല്ല ഇന്ത്യയെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. ബോളിവുഡിന്റെ സ്വന്തം ബാദുഷായും മന്നത്തിന്റെ ഉടമയുമായ ഷാറുഖ് ഖാൻ ചരിത്രപരമായ ഒരു തീരുമാനം പ്രഖ്യാപിച്ചു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ പുതിയ ക്യാപ്റ്റനായി സാക്ഷാൽ റിങ്കു സിംഗിനെ അദ്ദേഹം അവരോധിച്ചു. കിങ് ഖാൻ ആ പേര് പ്രഖ്യാപിച്ച നിമിഷം ഗ്രൗണ്ടിൽ ഉരുക്കുപോലെ ഉറച്ചു നിൽക്കാറുള്ള ആ പോരാളിക്ക് തന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാനായില്ല. അദ്ദേഹം വിങ്ങി പൊട്ടിക്കരഞ്ഞുപോയി. ക്യാപ്റ്റനായി മാറിയ നിമിഷം റിങ്കു ഷാരുഖ് ഖാനെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഷാരുഖിന്റെ മാത്രമല്ല, അവിടെയുണ്ടായിരുന്ന ഓരോരുത്തരുടെയും കണ്ണുകളെ ഈറനണിയിച്ചു. വെറും തറയിൽ നിന്ന് ആകാശത്തിന്റെ നെറുകയിലേക്കെത്തിച്ച വലിയ പോരാട്ടത്തിന്റെ കഥ എന്താണ്? ഈ ഹൃദയസ്പർശിയായ കഥ വെറുമൊരു ക്രിക്കറ്റ് വിശേഷം മാത്രമല്ല, മറിച്ച് വിയർപ്പിന്റെയും സ്വപ്നങ്ങളുടെയും അന്തിമ വിജയത്തിന്റേതു കൂടിയാണ്. അന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ പരിശീലന ക്യാമ്പിലെ പ്രഭാതം സാധാരണ പോലെയൊന്നും ആയിരുന്നില്ല. കാറ്റിൽ പോലും വല്ലാത്തൊരു ആകാംക്ഷ തങ്ങി നിൽപ്പുണ്ടായിരുന്നു. ഈഡൻ ഗാർഡൻസിന്റെ ചരിത്രപ്രസിദ്ധമായ മൈതാനത്ത് പുതിയ ജേഴ്സി പുറത്തിറക്കുന്നതിനും IPL 2026ന്റെ തന്ത്രങ്ങൾക്ക് അന്തിമ രൂപം നൽകുന്നതിനുമായി മുഴുവൻ ടീമും കോച്ചിംഗ് സ്റ്റാഫും ടീമുടമ ഷാറുഖ് ഖാനും സന്നിധരായിരുന്നു. ക്യാമറകളുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും നടുവിൽ നിൽക്കുമ്പോൾ ഷാറുഖ് ഖാൻ മൈക്കെടുത്തു. ഗൗരവമുള്ളൊരു പുഞ്ചിരിയോടെ KKRന്റെ ഭാവി മാറ്റിമറിക്കാൻ ആഴമുള്ള ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞു, KKR വെറുമൊരു ക്രിക്കറ്റ് ടീമല്ല, അതൊരു വികാരമാണ്, ഒരു വലിയ കുടുംബമാണ്. തോൽക്കാൻ ഒരിക്കലും പഠിച്ചിട്ടില്ലാത്ത, പ്രതിസന്ധികൾക്ക് മുന്നിൽ മുട്ടുകുത്താത്ത ഒരു ധീരനായ പോരാളിയായിരിക്കും ഇനി ഈ കുടുംബത്തെ നയിക്കുക. IPL 2026ൽ റിങ്കു സിംഗ് നമ്മുടെ പുതിയ ക്യാപ്റ്റനായിരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നതിൽ എനിക്ക് അതിയായ അഭിമാനമുണ്ട്. ഈ വാക്കുകൾ കാതിൽ മുഴങ്ങിയതും റിങ്കു സിംഗ് തറഞ്ഞു നിന്നുപോയി. അയാളുടെ കാലുകൾ ഭൂമിയിലേക്ക് താഴ്ന്നു പോകുന്നതുപോലെ തോന്നി. അലിഗഡിലെ ഇടുങ്ങിയ തെരുവുകളിൽ നിന്ന് വന്ന് കുടുംബത്തെ സഹായിക്കാൻ ഭാരമുള്ള ഗ്യാസ് സിലിണ്ടറുകൾ ചുമക്കുകയും ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ ചൂലെടുത്ത് അടിച്ചുവാരാൻ വരെ തയ്യാറായ ആ പഴയ പയ്യൻ ലോകത്തിലെ ഏറ്റവും സമ്പന്നവും വലുതുമായ ഫ്രാഞ്ചൈസികളിലൊന്നിന്റെ തലപ്പത്തേക്കെത്തിയിരിക്കുന്നു. ഇത് വെറുമൊരു ക്യാപ്റ്റൻസി ആയിരുന്നില്ല, റിങ്കുവിന്റെ ചോരയും നീരും കലർന്ന പോരാട്ടങ്ങൾക്കുള്ള ഏറ്റവും വലിയ വിജയമുദ്രയായിരുന്നു. അത്ഭുതവും അവിശ്വാസവും മാറി പെട്ടെന്ന് വികാരങ്ങളുടെ ഒരു വലിയ വേലിയേറ്റം തന്നെ ആ കണ്ണുകളിൽ നിന്ന് അണപൊട്ടി ഒഴുകുക തുടങ്ങി. മൈതാനത്ത് ലോകോത്തര ഡൗളർമാരുടെ വിയോപ്പൊഴുക്കുന്ന ആ ഭൗലാദി പോരാളി ഒരു കൊച്ചുകുട്ടിയെപ്പോലെ വിതുമ്പി കരയുകയായിരുന്നു. വേദിയിലെത്തി ഷാരുഖ് ഖാനെ കെട്ടിപ്പിടിച്ച് ഏറെ നേരം കരഞ്ഞ റിങ്കുവിനെ ഒരു ജ്യേഷ്ഠനെപ്പോലെയും പിതാവിനെപ്പോലെയുമാണ് കിങ് ഖാൻ ചേർത്ത് പിടിച്ചത്. മൈതാനത്തുണ്ടായിരുന്ന ഓരോ കളിക്കാരന്റെയും സ്റ്റാഫിന്റെയും കണ്ണുകൾ ആ കാഴ്ച കണ്ട് നിറഞ്ഞുപോയി. അല്പം ശാന്തനായ ശേഷം മാധ്യമങ്ങളുടെ ക്യാമറകൾക്ക് മുന്നിലെത്തിയ റിങ്കു ഏവരുടെയും ഹൃദയം തൊടുന്ന ഒരു പ്രസ്താവനയാണ് നടത്തിയത്. ഇടറിയ ശബ്ദത്തോടെയും നിറഞ്ഞ കണ്ണുകളോടെയും അവൻ പറഞ്ഞു, ഇന്ന് ഞാൻ ഈ വേദിയിൽ എന്തെങ്കിലുമായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഷാരുഖ് സർ മാത്രമാണ്. ലോകം മുഴുവൻ എന്നെ അവിശ്വസിച്ചൊരു കാലമുണ്ടായിരുന്നു. കാലിന് ഗുരുതരമായി പരിക്കേറ്റ് എന്റെ കരിയർ പൂർണ്ണമായും അവസാനിച്ചു എന്ന് കരുതിയ ആ കൂരിരുട്ടിൽ അദ്ദേഹം എന്റെ കൈ പിടിച്ചു. അന്ന് അദ്ദേഹം എന്നോട് ഒന്നേ പറഞ്ഞുള്ളൂ, റിങ്കു, നീ നിന്റെ ക്രിക്കറ്റിൽ മാത്രം ശ്രദ്ധിക്കുക, ബാക്കിയുള്ള ലോകത്തെക്കുറിച്ച് നീ ചിന്തിക്കേണ്ട, എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. ഇന്നെന്നെ ക്യാപ്റ്റനാക്കി അദ്ദേഹം നൽകിയ ഈ വലിയ ബഹുമാനത്തിന് 7 ജന്മമെടുത്താലും എനിക്ക് പകരം നൽകാനാവില്ല. അദ്ദേഹം എനിക്ക് വെറുമൊരു ടീമുടമയല്ല, വീഴുമ്പോൾ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പഠിപ്പിച്ച സ്വന്തം അച്ഛനെ പോലെയാണ്. ഞാൻ ഇന്നിവിടെ കൽപ്പിക്കുന്നു, എന്റെ ജീവൻ പണയം വെച്ചാലും ശരി, ഇത്തവണ KKRനെ ചാമ്പ്യന്മാരാക്കി ആ ട്രോഫി നേരിട്ട് സാറിന്റെ കൈകളിൽ ഏൽപ്പിക്കും. റിങ്കു സിംഗിന്റെ ഈ വാക്കുകളും ആ പോരാട്ടത്തിന്റെ ഇതിഹാസവും ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ കാട്ടുതീ പോലെ പടരുകയാണ്. KKRൽ കഴിവിലും വിശ്വസ്തതയ്ക്കും എപ്പോഴും ഏറ്റവും ഉയർന്ന സ്ഥാനമാണുള്ളതെന്ന് ഷാരുഖ് ഖാൻ തന്റെ പ്രവൃത്തിയിലൂടെ തെളിയിച്ചു. ഈ വാർത്ത ഈഡൻ ഗാർഡൻസിന്റെ മതിലുകൾ കടന്ന് കൊൽക്കത്തയുടെ തെരുവുകളിലെത്തിയപ്പോൾ ആരാധകരുടെ വലിയൊരു കൂട്ടം തന്നെ നിരത്തിലിറങ്ങി. തങ്ങളുടെ കണ്ണിലുണ്ണിയായ ലോർഡ് റിങ്കുവിനെ ആഘോഷിക്കാൻ ചെണ്ടമേളങ്ങളും റിങ്കു റിങ്കു വിളികളുമായി ബംഗാൾ മുഴുവൻ ഇളകി മറിഞ്ഞു. സമ്മർദ്ദങ്ങളുടെ വലിയ പർവ്വതങ്ങൾക്ക് താഴെ തകർന്നു വീകാതെ ഓരോ പ്രതിസന്ധിയിലും കൂടുതൽ തിളക്കത്തോടെ ഉയർന്നുവരുന്ന ഈ താരത്തെ ക്യാപ്റ്റനാക്കിയത് KKR മാനേജ്മെന്റിന്റെയും ഷാരുഖ് ഖാന്റെയും എക്കാലത്തെയും വലിയ മാസ്റ്റർ സ്ട്രോക്കാണെന്ന് ക്രിക്കറ്റ് വിദഗ്ധർ ഉറപ്പിച്ചു പറയുന്നു. ആശ്ചര്യകരവും സന്തോഷകരവുമായ മറ്റൊരു കാര്യം, നീണ്ട ക്യാപ്റ്റൻസി പരിചയമുള്ള ശ്രേയസ് അയ്യരെയും സുനിൽ നരേനയും പോലെയുള്ള ഏറ്റവും പരിചയം സമ്പന്നരായ സീനിയർ കളിക്കാർ പോലും റിങ്കുവിന്റെ നിസ്വാർത്ഥ നേതൃത്വത്തിൽ കളിക്കാൻ തങ്ങളുടെ പൂർണ്ണ സമ്മതവും അപാരമായ സന്തോഷവും പ്രകടിപ്പിച്ചു. ദാരിദ്ര്യത്തിന്റെ ചങ്ങലകളും ഇല്ലായ്മകളുടെ അന്ധകാരവും സമൂഹത്തിന്റെ മുൻവിധികളും തന്റെ ഉരുക്കുപോലുള്ള ഇച്ഛാശക്തി കൊണ്ട് തകർത്തെറിഞ്ഞ് വിജയത്തിന്റെ പരകോതിയിലെത്തിയ ആ അത്ഭുത യാത്രയ്ക്ക് ഈഡൻ ഗാർഡൻസിലെ ആ സുവർണ സായാഹ്നം മൂകസാക്ഷിയായി മാറി.
കീറിയ പോക്കറ്റുകളിൽ വലിയ സ്വപ്നങ്ങൾ നെഞ്ചിലേറ്റുന്ന ഇന്ത്യയിലെ ഓരോ ചെറിയ നഗരങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലുമുള്ള ചെറുപ്പക്കാർക്ക് റിങ്കു സിംഗിന്റെ ഈ തകർക്കാനാവാത്ത കഥ ഇന്ന് ജീവിക്കുന്നൊരു മാതൃകയായി മാറിയിരിക്കുന്നു. അലിഗഡിലെ പൊടി നിറഞ്ഞ തെരുവുകളിൽ നിന്ന് കൊൽക്കത്തയുടെ സിംഹാസനത്തിലേക്കുള്ള ഈ യാത്ര ഇപ്പോൾ പുതിയതും ആവേശകരവുമായ ഒരു അധ്യായത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇത് വെറുമൊരു ക്രിക്കറ്റ് മത്സരമോ ടൂർണമെന്റോ അല്ല, മറിച്ച് സാക്ഷാൽ ഷാരുഖ് ഖാൻ റിങ്കുവിൽ അർപ്പിച്ച ആ വലിയ വിശ്വാസത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും ഏറ്റവും വലിയ അഗ്നിപരീക്ഷയാണ്. കൊൽക്കത്തയുടെ ആ പഴയ പ്രതാപവും കോർബോ ലോർബോ ജീത്ബോ എന്ന മുദ്രാവാക്യവും യാഥാർത്ഥ്യമാക്കാൻ ഈ സീസണിൽ ക്യാപ്റ്റൻ റിങ്കുവിന് കഴിയുമോ എന്നാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത്. അലിഗഡിലെ ഒരു സാധാരണക്കാരനിൽ നിന്ന് കൊൽക്കത്തയുടെ ഷെഹൻഷാ ആയി മാറിയ റിങ്കു സിംഗ് ആ ട്രോഫി ഉയർത്തിക്കൊണ്ട് ഈ യാത്ര പൂർത്തിയാക്കുമോ? സുഹൃത്തുക്കളെ, റിങ്കു സിംഗിനെ KKR ക്യാപ്റ്റനാക്കിയതിനെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ഈ വൈകാരികമായ പ്രതികരണത്തെക്കുറിച്ചും നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? KKRനെ ചാമ്പ്യന്മാരാക്കാൻ റിങ്കുവിന് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ക്യാപ്റ്റൻ റിങ്കു അല്ലെങ്കിൽ കിങ് ഹാൻസ് പ്രൈഡ് എന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. റിങ്കുവിന്റെ പോരാട്ടത്തിലും വിജയത്തിലും നിങ്ങളും അഭിമാനിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും KKRന്റെ എല്ലാ പുതിയ അപ്ഡേറ്റുകൾക്കുമായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.